Hello everyone. Today I would like to give an introduction about sequence control system and PLC. Sequence control system can be defined as it's a system in which the individual steps are processed in a predetermined order. Progression from one sequence step to the next being depend on defined conditions being satisfied. അതായത് ഇപ്പോൾ ഒരു സീക്വൻസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഫസ്റ്റ് ഇനീഷ്യലി ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേറൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തു, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ടാവും, അതായത് ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിനനുസരിച്ചിട്ട് പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ആവും. സോ ഇങ്ങനെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ ഒരു സീക്വൻസ് ഒരു കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സീക്വൻസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. സോ അതിനൊരു എക്സാമ്പിളാണ് ഓട്ടോമേറ്റഡ് കാർ വാഷിംഗ് സിസ്റ്റം. അപ്പം ഓട്ടോമാറ്റിക് കാർ വാഷിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, ഫസ്റ്റ് ഇനീഷ്യലി അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വാട്ടർ റിൻസിങ് ആണ്. സെക്കൻഡ് സ്റ്റേജ് വാഷിംഗ് ഇറ്റ് വിത്ത് എ ക്ലീനിങ് സൊല്യൂഷൻ, ദെൻ ബ്രഷിങ്, ദെൻ അഗെയിൻ വാട്ടർ റിൻസിങ്, ദെൻ ഫൈനലി ഡ്രൈയിങ്. ഇപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ അതിന് വേറെ എക്സാമ്പിൾ കണ്ടിന്യൂസ് ബോട്ടിൽ ഫില്ലിംഗ് സിസ്റ്റം, SMT ലൈൻ, ഡൈ സ്റ്റാമ്പിംഗ് പ്രോസസ്സ്. SMT ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് മൗണ്ടിങ് ടെക്നോളജിയാണ്. ഇറ്റ്സ് എ ടെക്നോളജി വിച്ച് ഈസ് യൂസ് ടു മാനുഫാക്ചർ PCBs മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഒരു ബോർഡ് SMT ലൈനിൽ പ്ലേസ് ചെയ്യുന്നു. SMT ലൈനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലേ ഔട്ട്, അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബോർഡിൻ്റെ ലേ ഔട്ട് അതിൽ വരക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ പിക്ക് ആൻഡ് പ്ലേസ് മെഷീൻ ഉപയോഗിച്ചിട്ട് കോമ്പണൻസിനെ പ്ലേസ് ചെയ്യിക്കുന്നു ആ ബോർഡിൽ. നെക്സ്റ്റ് സ്റ്റേജ് പറയുന്നത് സോൾഡറിങ് പാർട്ടാണ്, അതിനെ സോൾഡർ ചെയ്യിക്കുന്നു. ദെൻ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ, അത് ഇൻസ്പെക്ട് ചെയ്യുന്നു, എല്ലാം പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ലേ കോമ്പണൻസ്, അതേപോലെ ലേ ഔട്ട് പ്രോപ്പറല്ലേ, സോൾഡറിങ് പ്രോപ്പർ എല്ലാം ചെക്ക് ചെയ്ത് ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എന്താണ് ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. സോ ഒരു സീക്വൻസ് ആയിട്ടാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈ സ്റ്റാമ്പിംഗ് പ്രോസസ്സ്, ഓൾസോ എക്സാമ്പിൾ ഓഫ് സീക്വൻസ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ സീക്വൻസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രസ് ഉണ്ട്, താഴോട്ടേക്ക് മുകളിലോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാർ ബോഡി സ്റ്റാമ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും. കാർ ബോഡി ഡൈ ചെയ്യാൻ അതിനൊക്കെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യും ഡൈ സ്റ്റാമ്പിംഗ് പ്രോസസ്സ്. അപ്പം ഇതിൽ ഈ മൊമെൻറ്റ് ഓഫ് ദിസ് പ്രസ് ഈസ് കൺട്രോൾഡ് ബൈ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൊമെൻറ്റ് ഓഫ് പ്രസ് ഈസ് കൺട്രോൾഡ് ബൈ ഡൗൺ സോളിനോയിഡ് ആൻഡ് അപ്പ് സോളിനോയിഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഡൗൺ സോളിനോയിഡ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൊമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ അപ്പ് സോളിനോട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസ് മുകളിലോട്ടേക്ക് മൂവ് ചെയ്യും, ഡൗൺ സോളിനോട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് താഴോട്ടേക്ക് മൂവ് ചെയ്യും. അതേപോലെ ഇത് എവിടത്തെ വരെയാണ് മൂവ് ചെയ്യേണ്ടത്, എത്ര പേരെ താഴോട്ടേക്ക് മൂവ് ചെയ്യണം, എത്ര പേരെ മുകളിലോട്ടേക്ക് മൂവ് ചെയ്യണം, ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് സ്വിച്ച്. ഈ ലോവർ ലിമിറ്റ് സ്വിച്ചും അപ്പർ ലിമിറ്റ് സ്വിച്ചും ഉപയോഗിച്ചിട്ടാണ് എത്ര വരെ ഇത് മൂവ് ചെയ്യാം താഴോട്ടേക്ക്, അതേപോലെ എത്ര വരെ മുകളിലോട്ടേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വർക്ക് പീസ് ഇവിടെ പ്ലേസ് ചെയ്യാണ്. ദെൻ ഡൗൺ സോളിനോട് എനർജൈസ് ചെയ്തു. ഡൗൺ സോളിനോട് എനർജൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് താഴോട്ടേക്ക് വന്നു, അത് സ്റ്റാമ്പ് ചെയ്തു. ദെൻ അപ്പ് സോളിനോട് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ് മുകളിലോട്ടേക്ക് പോകും. അപ്പം നമുക്ക് അത് റിട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് പീസ് നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഒരു സീക്വൻസ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അത് എന്തിൻ്റെ എക്സാമ്പിളാണ്, സീക്വൻസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓർ സിംപ്ലി വി ക്യാൻ സേ സീക്വൻസ് കൺട്രോൾ സിസ്റ്റം ആസ് എ കൺട്രോൾഡ് ഓപ്പറേഷൻ ഓഫ് എ മെഷീൻ അക്കോർഡിംഗ് ടു പ്രീ ഡിഫൈൻഡ് സീക്വൻസ്. സോ ഇതാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് സീക്വൻസ് കൺട്രോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് PLC ആണ്. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്. അപ്പോൾ അറിയാം PLC ഒറിജിനേറ്റഡ് ഇൻ ലേറ്റ് 1960s in the automotive industry in USA and were designed to replace relay logic system. അതായത് മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് റിലേ ലോജിക് സിസ്റ്റമാണ്. അതിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു പ്രോഗ്രാമബിൾ കൺട്രോളറാണ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്, PLC എന്ന് പറയും. ബിഫോർ ഈ PLCക്ക് മുന്നേ
Control logic for manufacturing was mainly composed of relays. റിലേസും അതേപോലെ ഡെഡിക്കേറ്റഡ് ക്ലോസ് ലൂപ്പ് കൺട്രോളേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ now modern controller device used extensively for sequence control today in transfer lines, robotic process control and many other automated system is the programmable logic controllers. ഇപ്പോൾ അധികം റോബോട്ടിക്സിലാണെങ്കിലും പ്രോസസ് കൺട്രോൾസിലാണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ഡിവൈസ് എന്ന് പറയുന്നത്, കൺട്രോളിങ് ഡിവൈസ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സാണ്, PLC. And we know that PLC is a device that can be easily programmed to perform sequence control using relay and timers. അതായത് നമുക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PLC എന്താ പറയുക, ആ പ്രോഗ്രാമിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യും. ഇതിൽ PLC കൺസിസ്റ്റ് ഓഫ് മെയിനായിട്ട് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ മെമ്മറി പാർട്ട്, ഒരു മെമ്മറി പാർട്ട്, അതായത് സ്റ്റോറേജ് സെക്ഷൻ. Then an operating area, operating section, that is programming part, that is microcomputer, and an output interface and input interface. Or output interface und input interface und. A device that connect to input side, that is with the input interface, is called input device. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്. പുഷ് ബട്ടൺ സ്വിച്ചും സെലക്ട് സ്വിച്ചും റിലേ കോണ്ടാക്റ്റും ലിമിറ്റ് സ്വിച്ചസ് ആർ ഇൻപുട്ട് ഡിവൈസസ്. സിമിലർലി എ ഡിവൈസ് ദാറ്റ് കണക്ട് ടു ഔട്ട്പുട്ട് സൈഡ്, അതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ്, സോളിനോയിഡ് വാൾവ്, ലാമ്പ്, കോണ്ടാക്റ്റേഴ്സ് ആർ ഔട്ട്പുട്ട് ഡിവൈസ്. ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പം ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് a program is created, then downloaded into PLC using PC or any other programming device. ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് അത് PLCയിലേക്ക് ഡൗൺലോഡ് ചെയ്യും. ദെൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ PLCക്ക് ആ ഒരു സിഗ്നൽ കിട്ടി, പ്രോഗ്രാം വന്നു. ദെൻ വെൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് റിസീവ്ഡ് ദ PLC, it performs the operation according to the program and send signal to the output. PLCക്ക് ഒരു സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ പ്രോഗ്രാമിനനുസരിച്ചിട്ട് അത് പെർഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ അതിന് ഇതായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഏതിലേക്ക് പാസ് ചെയ്യും, ഒരു സിഗ്നൽ ഏതിലേക്ക് പാസ് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ PLC. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് PLC. അപ്പോൾ ഒരു PLC ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആപ്ലിക്കേഷനും ഒരുപാട് ഇൻഡസ്ട്രീസിലും അതുപോലെ പല സ്ഥലത്തും നമ്മൾ PLC ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പലതും റീപ്ലേസ് ആയി ഇപ്പോൾ PLC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ PLCൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരു ചെറിയൊരു സ്മോൾ എക്സാമ്പിൾ പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു സ്വിച്ച് കൊണ്ട് ഇമാജിൻ യു ഹാവ് എ ലൈറ്റ് കണക്റ്റഡ് ടു എ സ്വിച്ച്. അപ്പം ഈ സ്വിച്ചിൻ്റെ ഓപ്പറേഷൻ നമുക്കറിയാം, ഇറ്റ്സ് ഓപ്പറേറ്റ് അണ്ടർ ഓൺലി 2 കണ്ടീഷൻ. വൺ ഈസ് ഓൺ, അതർ വൺ ഈസ് ഓഫ്. 2 കണ്ടീഷനിൽ മാത്രമേ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇപ്പം നൗ യു ആർ ഗിവൺ എ ടാസ്ക് ദാറ്റ് വെൻ യു ആർ ടേൺ ഓൺ ദ സ്വിച്ച്, ദ ലൈറ്റ് ഷുഡ് ഗ്ലോ ഓൺലി ആഫ്റ്റർ 30 സെക്കൻഡ്സ്. അതായത് 30 സെക്കൻഡ്സിന് ശേഷം മാത്രമേ ലൈറ്റ് ടേൺ ആവാൻ പാടുള്ളൂ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റീവെയർ അവർ സർക്യൂട്ടിനെ റീവെയർ ചെയ്യണം. അതിനകത്ത് എന്ത് ആഡ് ചെയ്യണം, ഒരു ടൈമിംഗ് റിലേ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദിസ് മൈനർ ചേഞ്ച് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അതായത് ഈ ഒരു സ്മോൾ ചേഞ്ചിന് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. കാരണം അത് റീവയർ ചെയ്തു, അതിൻ്റെ ടൈമിംഗ് റിലേ ആഡ് ചെയ്തു, അതൊക്കെ ചെയ്യും. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ PLC യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് പാർട്ട്, അതായത് ഇപ്പോൾ പ്രോഗ്രാമിംഗ് പാർട്ടിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. വി നീഡ് ടു ഡു എ ചേഞ്ച് ഇൻ പ്രോഗ്രാമിംഗ് കോഡ് ഓഫ് PLC to turn on the light 30 seconds after the switch is turned on. അതായത് ആ പ്രോഗ്രാമിംഗ് പാർട്ടിൽ ചെറിയൊരു ചേഞ്ചസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ഇട്ട് 30 സെക്കൻഡ്സിന് ശേഷം മാത്രമേ
എന്ത് ഓൺ ആവുള്ളൂ, ലൈറ്റ് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇതാണ് പി എൽ സിയുടെ ഇമ്പോർട്ടൻസ്. അതായത് ഒരു നമ്മൾ ഹാർഡ്വെയർ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പാർട്ട് സാധാരണ നോർമൽ കേസിൽ നമ്മൾ ഒരു ഹാർഡ്വെയർ മൊത്തമായിട്ട് റീവയർ ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് ടൈമിംഗ് ഡിലേ ആഡ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. ഇവിടെ നിന്ന് ജസ്റ്റ് ആ പ്രോഗ്രാമിംഗ് പാർട്ടിൽ ഒരു ചെറിയൊരു റീപ്രോഗ്രാമിംഗ് ചെയ്താൽ മതി, ചെറിയൊരു റീ അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. A PLC has the ability to control much larger and more complex process, and it can be customized depending on the application and need of the users. അതായത് നമുക്ക് ഒരുപാട് ലാർജ് കൺട്രോൾ പ്രോസസ്സ്, അതായത് വലിയ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പി എൽ സി യൂസ് ചെയ്തിട്ട് വരാം. അതേപോലെ കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ആ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പി എൽ സിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. Next, application of PLC. Applications of PLC. Programmable logic controllers are suitable for variety automation tasks. ഒരുപാട് ഓട്ടോമേഷൻ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, PLCs യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് ലോജിക് സീക്വൻസ് കൺട്രോൾ. ലോജിക് സീക്വൻസ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സീക്വൻസ് കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ കൺട്രോളിങ് പാർട്ട് വരുന്നത് PLC ആണ്. അതേപോലെ പ്ലാന്റ് സ്റ്റാർട്ടപ്പ് ആൻഡ് ഷട്ട് ഡൗൺ, പ്ലാന്റ് സ്റ്റാർട്ടാക്കാനും അതേപോലെ ഷട്ട് ഡൗൺ ചെയ്യാനും നമ്മൾ കൺട്രോളിങ് പാർട്ടായിട്ട് സെക്ഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, PLC. പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ബോട്ടിൽ ഫില്ലിംഗ് സിസ്റ്റത്തിൽ, സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ, ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ, പേപ്പർ ഇൻഡസ്ട്രിയിൽ, പ്രോസസ് ഓട്ടോമേഷൻ പ്ലാന്റ്സിൽ ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്, PLC ആണ് യൂസ് ചെയ്യുന്നത്. PLC ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് PLC. The same basic controller can be used with a wide range of control system. ഒരു ബേസിക് കൺട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് കൺട്രോൾ സിസ്റ്റം കൺട്രോൾ ചെയ്യാം. അത് ജസ്റ്റ് എന്താണ്, വി നീഡ് ടു ചേഞ്ച് ദ പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് റൂൾസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രോഗ്രാം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിം ബേസിക് കൺട്രോളേഴ്സ് തന്നെ ഒരുപാട് കൺട്രോൾ സിസ്റ്റത്തിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ദർ ഈസ് നോ നീഡ് ടു റീവയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വയറിങ് ചെയ്തും ജസ്റ്റ് ഓൺലി എന്ത് മാത്രമാണ്, പ്രോഗ്രാമിങ്ങിൽ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. ദ റിസൾട്ട് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് സിസ്റ്റം. പിന്നെ ലെസ് മാൻ പവർ ഫോർ ഡിസൈൻ, അതായത് മാൻ പവർ കുറവേ വേണ്ടു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലെസ് മാൻ പവർ ഫോർ ഡിസൈൻ. So that's all for today. In next class we will discuss about architecture of PLC.